ഹായ്, ഐ മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടായിരുന്നോ? നമ്മൾ നടഭൈരവി രാഗത്തിൽ ഒരു പാട്ടെടുത്തല്ലേ? അങ്ങനെയാണ് നമ്മൾ മുൻപോട്ട് അങ്ങനെ പാട്ടെടുക്കാം നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹരഹരപ്രിയ രാഗമാണ്. അതിൽ നമുക്കൊരു പാട്ട് ട്രൈ ചെയ്യാം. അതേസമയം അത് സ്കെയിൽ നോക്കുമ്പോഴേ ബി ഫ്ലാറ്റ് മേജർ സ്കെയിലാണ്. അപ്പോൾ ബി ഫ്ലാറ്റ് മേജർ സ്കെയിൽ എങ്ങനെ ഹരഹരപ്രിയ രാഗം വരണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ബി ഫ്ലാറ്റ് മേജർ സ്കെയിലിൻ്റെ ഡബിൾ ക്ലഫ് എടുക്കുന്ന ബി ഫ്ലാറ്റിൽ നിന്ന് ബി ഫ്ലാറ്റ് വരെ. കണ്ടോ, ഇതൊരു ഒക്ടേവാണ്. ബി ഫ്ലാറ്റ് ബി ഫ്ലാറ്റ്. ഇവിടെ ആണെങ്കിൽ ഇവിടുന്ന് ബി ഫ്ലാറ്റ്, ഇവിടുത്തെ ബി ഫ്ലാറ്റ്, അങ്ങനെയാണ്. ഇപ്പോൾ ഇത് ബേസ് ക്ലഫ്, ഇതൊന്ന് ട്രബിൾ ക്ലഫ്. ഈ ഒരു ഒക്ടേവ് നമ്മൾക്കിപ്പോൾ എങ്ങനെ, അതിൻ്റെ ഫിംഗറിങ് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ സെക്കൻഡ് ഫിംഗർ ആണ്. കണ്ടോ, ഇവിടെ തേർഡ് വന്ന്, കണ്ടോ, ഇവിടെ ഫോർത്ത് വന്ന് 3 2 1 3 2 1 2 ഇങ്ങനെ ഫിംഗറിങ് പോകുന്ന. അപ്പൊ ഇതാണ് ബി ഫ്ലാറ്റ് മേജർ സ്കെയിൽ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുമ്പോൾ സെക്കൻഡ് ഫിംഗർ അല്ല, തേർഡ് ഫിംഗർ വരുന്നത്. സെക്കൻഡ് ഫിംഗർ ഇവിടെ ഫോർത്ത് ഫിംഗറാണ് വരുന്നത്. കണ്ട, ഇവിടെ സെക്കൻഡ് ഫിംഗർ എന്താ ഇതിങ്ങനെ പോകുന്നത്. ഇങ്ങനെയാണ് ഫിംഗറിങ് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം. ഫിംഗറിങ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഫിംഗറിങ് പ്രത്യേകം നോക്കിയിട്ട് ഇത് ബി ഫ്ലാറ്റ് മേജർ സ്കെയിൽ വന്ന് ട്രബിൾ ക്ലഫും ബേസ് ക്ലഫും. അപ്പൊ ഇതൊന്ന് എങ്ങനെയാണ് എന്തോ രാഗം പറഞ്ഞ ഹരഹരപ്രിയ രാഗം. ഹരഹരപ്രിയ രാഗത്തിലോട്ട് എങ്ങനെയാ പോകുന്നതെന്ന് നോക്കാം. ഇത് കണ്ടോ. അപ്പൊ നമ്മൾ ഹരഹരപ്രിയ രാഗത്തിലാണ് ഇതെന്ന് മിസ് പറഞ്ഞില്ലേ? പക്ഷേ നിങ്ങൾ ഈ ഫ്ലാറ്റ് തൊടരുത്. രാഗത്തിലേക്ക് വരുമ്പോൾ ഈ 2 ഫ്ലാറ്റിൽ മാത്രമേ വെക്കണം. ഇതിലിട്ട് വെക്കാം, പക്ഷെ നിങ്ങൾ ഷഡ്ജം ഇതൊരു ഷഡ്ജമായിട്ട് എടുക്കരുത്. ഷഡ്ജം, ശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ശുദ്ധ ശ്രുതി ദൈവതം, കൈഷികി, നിഷാദം, പിന്നെ ഷഡ്ജം. ഇങ്ങനെയാണ് ഈ രാഗത്തിന്റെ സ്വരസ്ഥാനം പോകുന്നത്. ഇങ്ങനെയാണ്. അപ്പൊ ഈ രാഗത്തിൽ എങ്ങനെ പാട്ടെടുക്കുക? അപ്പൊ നോക്കിക്കോണം, നമ്മൾ വന്ന് ബി ഫ്ലാറ്റ് മേജർ സ്കെയിലാണ്, പക്ഷെ നമ്മൾ ബി ഫ്ലാറ്റിൽ ഷഡ്ജം തൊടുന്നില്ല, ഇതിൽ നിന്ന് എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ മാത്രമായിരിക്കും ഇത് ഹരഹരപ്രിയ രാഗം ആകുന്നത്. ഇവിടെ നിങ്ങൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തൊട്ടെന്നാൽ അത് ഹരഹരപ്രിയ രാഗം എന്ന് പറയാൻ പറ്റും. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ കൈ വെക്കാം, പക്ഷെ ഈ രാഗത്ത് ഇവിടുന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. കീയുടെ സ്വരസ്ഥാനം ഇതാണ് ഷഡ്ജം. ഇത് നിങ്ങൾ ഷഡ്ജം ആയിട്ട് എടുക്കരുത്. അപ്പൊ ഈ ഹരഹരപ്രിയ രാഗത്തില് ഒരു ചെറിയ പാട്ട് നിങ്ങൾക്കിപ്പോൾ ഓരോ പാട്ടുകളിൽ കൂടി മിസ് തരുന്നത് നിങ്ങൾക്കൊരു ഉത്സാഹം തോന്നട്ടെ എന്ന് വിചാരിച്ച. ഇത് കണ്ടോ. അപ്പൊ സ്കെയിലിന്റെ എടുക്കാൻ ഫിംഗറിങ് എടുക്കാൻ നിങ്ങൾ പഠിച്ചല്ലേ? ഫിംഗറിങ് ഒന്നുകൂടി കാണിക്കണോ? വേണ്ടെന്ന് തോന്നുന്നല്ലേ? നിങ്ങൾക്കറിയാം. ഓക്കെ. അപ്പൊ ഇനി വന്നിട്ട് ഇത് ഹരഹരപ്രിയ രാഗത്തിൽ എങ്ങനെ ഈ പാട്ട് നമുക്ക് റോസാപ്പൂ ചിന്ന റോസാപ്പൂ എന്നൊരു പാട്ടില്ലേ, അത് ഹരഹരപ്രിയ രാഗത്തിൽ എങ്ങനെയാന്ന് നോക്കാം. കേട്ടോ. അപ്പൊ ഈ പാട്ട് ഹരഹരപ്രിയ രാഗത്തില് നിങ്ങൾ എടുക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കീയ ഒന്ന് സാവകാശം കാണിച്ചു തരാം. ഇത് കണ്ടോ. ഇപ്പൊ റോസാപ്പൂ എന്നുള്ളതന്നെ ജിയിൽ വരും. കണ്ട, പിന്നെ തീണ്ട് കണ്ട, എന്നിട്ട് കണ്ട ഇങ്ങനെ എടുക്കുമ്പോ
ഓരോ കീയെ പിടിച്ചു നോക്കണം. അപ്പൊ എന്താ സാ പിടിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ ഇത് സാ പിടിച്ചു കഴിയുമ്പോ പിന്നെ എവിടെയാ പായിലാ പിടിക്കുന്നത്. സാ മാ ഗ മാ പ പ സാ പ മാ ഗ പ മാ പ. ഇങ്ങനെ നിങ്ങൾ പാടിക്കൊണ്ടെടുക്കുവാണെങ്കിൽ കർണാടക സംഗീതം പഠിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ എടുത്ത് നിങ്ങൾക്ക് പാട്ടെടുക്കാൻ സാധിക്കും. അല്ല വെസ്റ്റേൺ ക്ലാസിക്കൽ എടുക്കുന്നവരാണ്, വെസ്റ്റേൺ പഠിക്കുന്നവരാണെങ്കിൽ അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ ആരംഭിച്ചു, തിരിച്ച് ഇവിടം വരെ വന്നു, വീണ്ടും ഇവിടെ വരുന്ന പാട്ട് കണ്ടോ. അപ്പം നമ്മൾ ഇതിൽ മൂന്നും ഈ ഫ്ലാറ്റിൽ പിടിക്കുമ്പോൾ ഈ പാട്ട് ശരിയായ രീതി വരും. ഇതും എവർഗ്രീൻ സോങ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഇതും ഹരഹരപ്രിയ രാഗത്തിൽ വേറെ ഒരു പ്രയോഗവും ചേർക്കാതെ ഈ രാഗത്തിൽ നിൽക്കുന്നത് കൊണ്ട്. അപ്പം ചില പാട്ടുകൾ അത് ശരിയായ രാഗത്തിൽ നിൽക്കുന്ന പാട്ടുകളാണ് എന്നും എവർഗ്രീൻ സോങ് ആയിട്ട് നിൽക്കും. ഇടയ്ക്ക് മറ്റുള്ള രാഗം കയറി വരുമ്പോൾ ചില പാട്ടുകൾക്ക് അത് കേൾക്കാൻ സുഖം ഉണ്ടാകും, ചില പാട്ടുകൾക്ക് അത്രയും സുഖം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതിന് ബോർഡിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. ബി ഫ്ലാറ്റ് മേജർ സ്കെയില്. അപ്പോൾ ഇതാണ് ബി ഫ്ലാറ്റ് മേജർ സ്കെയിൽ, ഇങ്ങനെ ഓർഡറായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ബി ഫ്ലാറ്റ്, ബി, സി, ഡി, ഇ, എഫ്, ജി, എ, ബി. ഇവിടെ സി ഇട്ടിട്ടില്ല, കാര്യം ബിയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ബി ഫ്ലാറ്റിൽ നിന്ന് ഈ ബി വരയ്ക്കുവാണ് ബി ഫ്ലാറ്റ് മേജർ സ്കെയിൽ. അപ്പോൾ ഇത് വന്ന് ഈ റെഡായിട്ട് ഇട്ടിരിക്കുന്നത് കണ്ടോ മിസ്, ഇതെല്ലാം നിങ്ങൾ ബ്ലാക്ക് നോട്ട കൈവെക്കണം. അതുകൊണ്ടാണ് അത് ഇന്നലെ ഞാൻ ഇങ്ങനെ ടിക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഈ റെഡ് കാണുന്നതൊക്കെ ഇത് ബ്ലാക്ക് നോട്ട്. അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് നോട്ട്, ഇതൊരു ബ്ലാക്ക്. അപ്പോൾ ഇത് രണ്ടും ബ്ലാക്ക്, ഇത് രണ്ടും ബ്ലാക്ക്. അതുപോലെ ഇത് ബ്ലാക്ക് കീയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, 2 ഫ്ലാറ്റ് വന്നിരിക്കുന്നത് കണ്ടോ മക്കളെ, 2 ഫ്ലാറ്റ് അല്ലേ. അപ്പോൾ ഇന്നലെ അടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതുപോലെ ഈ ഇതിലെ കൂടി ഒരു കീ വരും ഇവിടെ, ഈ ഫ്ലാറ്റ്, ഈ ഇതുപോലെ ഒരു ഈ ഇവിടെ വരും. അതുകൊണ്ടാണ് ഈ ഫ്ലാറ്റ് ഇങ്ങനെ നടക്കുന്നത്. ഇതെന്താ ബി, ഈ ലൈനിൽ ഒരു നോട്ടുണ്ട് കണ്ടോ. അപ്പം ഇതും അതുപോലെ തന്നെ ബി ഫ്ലാറ്റ്, ഇവിടെ ഈ ഫ്ലാറ്റ്. അപ്പം ഇതും ബ്ലാക്ക് നോട്ടിൽ കൈവെക്കണം. അതാണ്. അപ്പോൾ ഈ ഹരഹരപ്രിയ രാഗം എടുക്കുന്നവരാണെങ്കിൽ ഇത് സായാണ് കേട്ടോ. സ, രി, ഗ, മ, പ, ദ, നി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 2 ബ്ലാക്ക് നോട്ട് അല്ലാത്ത എല്ലാം വന്നിട്ട് വൈറ്റ് നോട്ടാണ്. അങ്ങനെ വെച്ചിട്ട് അതിനകത്ത് നിങ്ങൾ ഏതെല്ലാം പാട്ടെടുക്കാവുന്ന നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ശ്രമിച്ചാൽ സാധിക്കും. എനിക്ക് പെട്ടെന്നൊരു പാട്ട് തോന്നി, നമ്മുടെ സമയം വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ കാണിക്കേണ്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു ഹരഹരപ്രിയ രാഗത്തിൽ ആ പാട്ട് കാണിച്ചു തന്നെ ഞാൻ അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട്. ഇതിനകത്ത് ഇത്രേ ഉള്ളൂ പഠിക്കാനായിട്ട് കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിന് കാണാം. ബൈ.